വളരെ നല്ലൊരു ദിവസത്തിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. രാവിലെ ഞാൻ എണീറ്റു, ലൈറ്റ് ഇട്ടു. അപ്പോഴേക്കും ടുട്ടുകുഞ്ഞ് അതിന്റെ കൂട്ടിൽ നിന്ന് എണീറ്റിട്ട് അമ്മ എണീറ്റോ, എന്നാ പിന്നെ ഞാൻ എണീറ്റേക്കാം എന്നുള്ള മട്ടിലാണ്. ഇത് കണ്ടോ, കുഞ്ഞുങ്ങളെല്ലാം രാവിലെ ഭയങ്കര സ്ട്രെച്ചിങ് എക്സസൈസ് ആണ്. ക്യാറ്റ് ആണെങ്കിലും അതെ, ഡോഗ്സിന്റെ അടുത്തോട് നമ്മൾ ചെല്ലുമ്പോ അവരും അതെ. പക്ഷിക്കുഞ്ഞിനെ പറയുകയും വേണ്ട, രണ്ട് ചിറകും ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തിട്ട് മാത്രമേ നമ്മുടെ കയ്യിലേക്ക് വരുള്ളൂ. തലേന്റെ പുറകിൽ ഇങ്ങനെ തട്ടിക്കൊടുക്കുകയും ചെയ്യുന്നതാണ് കേട്ടോ. എന്നിട്ട് പിന്നെ ഞങ്ങൾ നേരെ ബ്രഷ് ചെയ്യാൻ പോകും. ടുട്ടുകുഞ്ഞും കൂടി എന്റെ കൂടെ വരും. എന്നിട്ട് ഞങ്ങൾ ബ്രഷൊക്കെ ചെയ്ത് നേരെ ഇങ്ങോട്ട് ഹാളിലേക്ക് വരും. ലൈറ്റ് ഒക്കെ ഇടും. എല്ലാവർക്കും ഉള്ള ലൈറ്റ് ഒക്കെ ഇട്ട് കൊടുക്കും. മീൻ കുഞ്ഞുങ്ങളുടെയും ഇപ്പഴും ഒരു ഒറ്റയ്ക്കൊരു മീൻ കുഞ്ഞ് താമസിക്കുന്നുണ്ട്, അതിനൊക്കെയുള്ള ലൈറ്റ് ഒക്കെ ഇട്ട് കൊടുത്ത് നേരെ ഞങ്ങള് ഫുഡൊക്കെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകും. പക്ഷെ എണീറ്റ് വരുമ്പോഴത്തേക്ക് ചായ വെക്കണം. അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ ഞാൻ ഈ ഷൂട്ട് ചെയ്ത് കാണിക്കുന്ന വീഡിയോ 2 ദിവസം മുമ്പുള്ളതാണ്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇവിടെ മഴയാണ് കേട്ടോ. 2 ദിവസം മുമ്പ് ഇതുപോലെ നന്നായിട്ട് നല്ല വൃത്തിയായിട്ട് ഉണങ്ങി കിടന്നപ്പോ ഞാൻ എടുത്ത വീഡിയോ ക്ലിപ്പുകളാണ്. ഇന്ന് നല്ല മഴയാണ് ഇവിടെ എന്തൊക്കെയാണെങ്കിലും. എങ്ങനെ അപ്പൊ അതിനുശേഷം ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ് പിന്നെ നേരെ അശ്വൻ കൊച്ച്, ഞാൻ കുക്ക് ചെയ്ത് അവിടെ വെക്കും. അപ്പോഴത്തെ അശ്വൻ കൊച്ചൊക്കെ എണീറ്റ് വന്ന് പിന്നെ ചായ കുടിച്ച് അവൻ പോയി കഴിയുമ്പോഴത്തേക്കും ഗേറ്റ് അടച്ചിട്ട് വന്നിട്ട് വേണം നമുക്ക് സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട്. ചില ദിവസങ്ങളിൽ ഞാൻ അങ്ങനെ ഭക്ഷണം കഴിക്കും, ചില ദിവസം രാവിലെ തന്നെ അങ്ങ് കഴിക്കുകയും ചെയ്യും. നമ്മുടെ കമേലിയ പ്ലാന്റ് ഒരു ട്രിപ്പ് പൂത്ത് എല്ലാം കഴിഞ്ഞത്, ആ അടുത്ത ട്രിപ്പ് നിറയെ മുട്ടുകളായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. ഒത്തിരി പേര് ഓർഡർ തരുന്നുണ്ട്. ഇപ്പൊ സ്റ്റോക്ക് ഔട്ട് ആണ്, ഞാൻ പറയാട്ടോ. ഇത് എന്ത് ദോശയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷെ ഒന്നും ഇല്ലാത്തപ്പോ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന വെച്ചാൽ ചില ദിവസങ്ങൾക്ക് ഇച്ചിരി കൂടെ ഒരു പുളിച്ച് കിട്ടുന്ന ഒരു രീതിക്ക് ആവാറുണ്ട്. വേണമെങ്കിൽ ഒരു ഇച്ചിരി ബേക്കിംഗ് സോഡ അങ്ങനെ എന്തെങ്കിലും, ഇച്ചിരി ഈസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഇട്ടാൽ മതി. ഇന്ന് പക്ഷെ അത്ര ഒരു പുളിച്ചത് റെഡി ആയിട്ടില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു പൊറോട്ടന്റെ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ. അങ്ങനെ നെയ്യൊക്കെ ചേർക്കുന്നതുകൊണ്ട് അടിപൊളിയാണ്. ജീരകവും ചേർത്തിട്ടുണ്ട് ആ രീതിക്ക്. പിന്നെ ഇത് വേണമെങ്കിൽ എങ്ങനെ വേണേലും നമുക്കൊന്ന് വിപുലീകരിച്ചെടുക്കാം കേട്ടോ. ബീറ്റ്റൂട്ട് വേണമെങ്കിൽ അത് ചേർക്കാം, പാലക്ക് വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. അങ്ങനെ കളർഫുൾ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ സെയിം രീതിക്ക് ഉണ്ടാക്കി എടുക്കാം കേട്ടോ. ഇടയ്ക്ക് ഞാൻ അങ്ങനെ ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. ബീറ്റ്റൂട്ട് ഒക്കെ ചേർത്തിട്ട് ഒരു വെറൈറ്റി ആയിട്ട് അങ്ങനെയൊക്കെ. ഇന്ന് പക്ഷെ അതിനുള്ള ക്ഷമയില്ല, വിശന്നിട്ട് വയ്യ. അപ്പൊ വേഗം കഴിക്കാം, ചട്നി കൂട്ടിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റ് ആണ്. എന്തൊക്കെയാണെങ്കിലും നല്ല ടേസ്റ്റ് ആണ്. പൊറോട്ട കഴിക്കണം അതിന്റെ ഒരു രുചി. അത്രയും എണ്ണ വന്നിട്ടില്ല, നെയ് മാത്രമല്ലേ കുറച്ച് തേച്ചിട്ടുള്ളൂ. അങ്ങനെ പിന്നെ മൈദ ഒന്നും അല്ലല്ലോ, റവയും നമ്മുടെ പത്തിരിന്റെ പൊടിയാണല്ലോ ചേർത്തേക്കുന്നത് ആ രീതിക്ക്. അതെന്താ, അപ്പൊ ഇതെന്താ, അതെന്നല്ലേ? ഓഹോ, ഇതിന് ആർത്തിയായി കുഞ്ഞിന്. ഉച്ചിനമ്മ തന്നിട്ടുണ്ടല്ലോ, പിന്നെന്തുരാ അതിനും വൈകിട്ട് വാർത്താ വരുന്നേ. നോക്കട്ടെ എന്താണെന്നറിയോ, ഇതിന് ചായ ഇവിടെ വെച്ചിട്ടുണ്ടോ ഞാൻ. അതിന് ഭയങ്കര വെപ്രാളോ തിരക്ക് എല്ലാം കൂടിയാണ്. അതിന്റെ എല്ലാ സാധനം അവിടെ ഉണ്ടോ എന്നൊക്കെ കറക്റ്റ് ഇല്ലെങ്കിൽ ഇതിൽ വന്ന് തപ്പാൻ പറ്റും. ഇല്ലെങ്കിൽ അതിനറിയാം, അതിന്റെ ഗ്ലാസ് അതിന്റെ പാത്രമൊക്കെ അറിയാം. അതിനകത്ത് സമാധാനമായിട്ട് കഴിച്ചോ. ഇതിനാണെങ്കിൽ മുക്കി കഴിക്കണം, എന്താ എന്ത് സാധനം ഉണ്ടെങ്കിൽ അതിനകത്ത് മുക്കി കഴിക്കണം, അങ്ങനെയൊക്കെ. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ചായ വെച്ച് കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട്. എല്ലാം ഇതിന്റെ ഉപ്പൊക്കെ ചേർത്തത് എന്താവും എനിക്കറിയത്തില്ല, പേടിയ. പക്ഷെ എല്ലാം ഈ ഒരു ഐറ്റം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കൂട്ടുകാരെ, ഒരു ഗതിയും പരഗതി ഇല്ലാത്ത ഒരു സമയത്ത് ഞാൻ ഉണ്ടാക്കി തുടങ്ങിയതാണ് കേട്ടോ. പക്ഷെ പിന്നെ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അതിനെ കുറച്ച് റിനോവേറ്റ് ഒക്കെ ചെയ്തിട്ട് പല പല സംഗതികൾ ആഡ് ചെയ്തൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയി തുടങ്ങി. അല്ലെങ്കിൽ ടേസ്റ്റ് ആണ് ഒരു പൊറോട്ടയുടെ ടേസ്റ്റ്. എന്നാൽ അധികം എണ്ണയോ അതൊന്നും ചേർക്കുന്നില്ലല്ലോ, ആകെ ഗീയിൽ ചുട്ടെടുക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റുമാണ്. അത്യാവശ്യം ഹെൽത്തി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ കാർബോഹൈഡ്രേറ്റ് ആണ്, എന്നാൽ പോലും ആ രീതിക്ക് രാവിലെയൊക്കെ അങ്ങ് കഴിക്കാൻ നല്ല രുചിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഐറ്റം ആണ് കേട്ടോ. എന്തെങ്കിലും ഹണി കൂട്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ അങ്ങനെ കേട്ടോ. ഈ പൂച്ചക്കുഞ്ഞാണെങ്കിൽ രാവിലെ അശ്വകൊച്ചു പോകുമ്പോൾ പോലെ ഇവിടെ നോക്കി നിൽക്കൂട്ടോ. പിന്നെ അത് മെഡിറ്റേഷൻ. ഞാൻ എണീറ്റ് വരുമ്പോ ഇതിന് ഫുഡ് കൊടുക്കും, അതുകൊണ്ട് അത് വയറൊക്കെ നിറച്ച് പിന്നെ ഇതിങ്ങനെ പുറത്തോട്ട് നോക്കിയേക്കും. പക്ഷെ ചില ദിവസങ്ങളിൽ ഞാനും ക്യാറ്റും കുഞ്ഞും കൂടി മുറ്റത്തോടെ കുറെ നേരം നടക്കാറുണ്ട്. ഡോഗ് കുഞ്ഞുങ്ങളെയൊക്കെ ഫുള്ളായിട്ട് പൂട്ടിയിട്ടിട്ട് കേട്ടോ. അങ്ങനെ എന്നാലും ഇതിന് ഭയങ്കര കൊതിയാണ്, ഫുൾ ടൈമിന് പുറത്ത് പോയി നോക്കിയിരിക്കണം എന്നാണ്. ഈ പൂമ്പാറ്റകളുണ്ട്, ബാക്കി പക്ഷിക്കുഞ്ഞുങ്ങളെ എല്ലാത്തിനും നോക്കി. പിന്നെ ഞാൻ വേഗം ഡോഗിന്റെ ഫുഡ് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് എടുത്ത് ചൂടാക്കി. ഇത് നമുക്ക് വൈകുന്നേരത്തിന് അശ്വകൊച്ചിന് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചു ഫ്രീസറിൽ നിന്ന് അങ്ങോട്ടേക്ക്. ഇത് നമുക്ക് കസ്തൂരി മഞ്ഞൾ മുഖത്തിടാൻ വേണ്ടി പാലെടുത്ത്, ഇച്ചിരി പാൽ അധികമായി പോയിട്ടുണ്ട്. ഓക്കെ, അത് കുറച്ച് മാറ്റിയിട്ട് നമുക്ക് ആക്കണം. അപ്പൊ ഞാൻ രാവിലെ കുക്ക് ചെയ്തതിന്റെ കൂടെ ചട്നിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതങ്ങനെ ഞാൻ വേവിക്കത്തൊന്നുമില്ല, കടുക് പൊട്ടിക്കുമ്പോ തന്നെ ആ ഗ്യാസ് അങ്ങ് ഓഫാക്കും. അങ്ങനെ ചെറു ചൂടുവെള്ളത്തിലാണ് തേങ്ങയും ചുമന്ന മുളക് പൊടിയും കൂടി അരയ്ക്കുന്നത്, ചെറിയ ഉള്ളിയും കൂടി ഇടും കേട്ടോ. പിന്നെ കറിവേപ്പില പൊട്ടിച്ച് അങ്ങ് കടുക് പൊട്ടിക്കും, അത്രേ ഉള്ളൂ. നല്ല രുചിയാണ്. അങ്ങനെ തേങ്ങ വേവിച്ച വേറെ ഒരു ടേസ്റ്റ് ആയി പോകും. അപ്പൊ നമ്മൾ തേങ്ങ ഒന്നും വേവിക്കണ്ട, ചെറു ചൂടുവെള്ളത്തിൽ തേങ്ങ അരയ്ക്കുക, അത്രേ ഉള്ളൂ. എന്നിട്ട് അങ്ങ് കടുക് പൊട്ടിക്കുക. അപ്പൊ നല്ല രുചിയാണ് ആ ചട്നിക്ക്. വേണമെങ്കിൽ അതിൽ ഇച്ചിരി പുളിയൊക്കെ കിട്ടാൻ വേണ്ടി പുളിയൊക്കെ
ചേർക്കാം. പല രീതിയിൽ അത് ഉണ്ടാക്കാം. ഞാനിങ്ങനെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാറുണ്ട്. ഇത് നല്ല വയനാടൻ ഗീ ആണ്, നാടൻ പശുക്കളിൽ നിന്ന് എടുക്കുന്ന ഗീ എല്ലാവരും മേടിക്കുന്നുണ്ട്. അത്ര ടേസ്റ്റ് ആണ്. അപ്പം രുചിയുണ്ട്, ഗുണമുണ്ട്. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പം അത് തേച്ചിട്ടാവുമ്പോൾ ഇതൊരു പൊറോട്ടയുടെ ലുക്കും വരും. എന്നാ പിന്നെ ഓവർ എണ്ണയോ ഓയിലോ ഒന്നും ചേരുന്നുമില്ല. ഗീ മാത്രം ചേർക്കുന്നതുകൊണ്ട് നല്ല രുചിയാണ്. അതാണ് ഞാൻ ഈ അടുത്ത് എപ്പോഴും തന്നെ ട്രൈ ചെയ്യുന്നത്. വേറെ ഒന്ന് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല, അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചില്ലെങ്കിൽ ഞാൻ റെഡിയാക്കുന്ന ഒരു എളുപ്പത്തിൽ റെഡിയാക്കുന്ന ഒരു സംഗതിയാണ്. നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ കേട്ടോ. അടിപൊളിയാണ്. ഗീയുടെ കാര്യത്തിൽ പിന്നെ മേടിക്കുന്നവരെല്ലാവർക്കും സജസ്റ്റ് ചെയ്യും, അവരുടെ വീട്ടുകാർക്കും അമ്മയ്ക്കും ഒക്കെ സജസ്റ്റ് ചെയ്യും. അപ്പൊ ഒത്തിരി ഓർഡർ വരും. ഈ ആഴ്ച നമുക്ക് ഒരുപാട് ഗീയുടെ ഓർഡർ വന്നിട്ടുണ്ട്. എനിക്കതെല്ലാം പ്രിപ്പയർ ചെയ്ത് പാക്ക് ചെയ്യാനും ഒക്കെ ഉണ്ട് കേട്ടോ. ചെറുതാക്കി തരാനാ. ടുട്ടുകുഞ്ഞ് പിന്നെ മാവ് കലക്കുമ്പോൾ ബഹളമാണ്. അമ്മ താ വിശക്കുന്നു പെട്ടെന്ന് താന്ന് പറഞ്ഞ് രാവിലെ എണീക്കുമ്പോ പിന്നെ നമുക്ക് നല്ല എനർജി ആയതുകൊണ്ട് അത്യാവശ്യ ജോലികളെല്ലാം ചെയ്യണം. ഇന്ന് ക്ലീനിങ് പ്ലാൻ ചെയ്ത ദിവസമാണ്. ആദ്യം നമുക്ക് കൊറിയർ പാക്ക് ചെയ്യാം, എന്നിട്ട് ഇന്ന് ക്ലീനിങ്ങിന്റെ. ഇത് കണ്ടോ കൂട്ടുകാരെ, കോഫി ക്യൂബ്സ്, അതുപോലെ ലിപ് ബാം, ക്രാക്ക് ബാം, അതുപോലെ തന്നെ ഗീ, പിന്നെ സോപ്പ് ഒക്കെ എടുക്കുന്ന നമ്മുടെ കിച്ചണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന അതിന്റെ ഒരു ഡിഷാണ് കേട്ടോ. അതിന്റെ കൂടെ തന്നെ അതിന് സ്പോഞ്ച് കൊടുത്തിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. അതിന് നിറയെ നമുക്ക് സോപ്പ് സൊല്യൂഷൻ ഒഴിച്ചിട്ട് ഈ മുകളിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടും. അടിപൊളിയാണ് അത്. അങ്ങനെ ഇത് രണ്ട് നല്ല ചെടികളാണ് അവർ മേടിച്ചിരിക്കുന്നത് കേട്ടോ. ഒന്ന് കമേലിയാണ്. കമേലി നമ്മുടെ അടുത്ത് സ്റ്റോക്ക് തീർന്നു കേട്ടോ. അപ്പൊ ചെറിയ തൈകളായിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ റേറ്റ് കുറച്ചിട്ടുണ്ട്. ഇനി വലിയ തൈകൾ വന്ന് കിട്ടുമ്പോൾ ഞാനത് പറയാം കേട്ടോ. ബാക്കിയുള്ള ബ്ലീഡിംഗ് ഹാർട്ടും അതുപോലെ തന്നെ മറ്റൊരു ചെടിയും കൂടിയാണ്. അതായത് നമ്മുടെ കാസ്ട്രോയും ആണ് അവർ മേടിച്ചിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ പാക്ക് ചെയ്യണം. ഗരം മസാല മേടിച്ചിട്ടുണ്ട് 3 പാക്കറ്റ്. ഇവിടെ ബോഡി മോയ്സ്ചർ കാര്യങ്ങളൊക്കെയാണ്. ഇതൊരു ഫ്രോക്ക് നൈറ്റി ആണ്. നമ്മുടെ നല്ല ചുങ്കടിയാണ്, കോട്ടന്റെ ആണ്. ഇവരും ഗ്രീൻ ടീ ആണ് മേടിച്ചേക്കണേ. അടിപൊളി ഗ്രീൻ ടീ ആണ്. നല്ല ലീഫി ടൈപ്പ് ഗ്രീൻ ടീ ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ. ഇങ്ങോട്ടൊക്കെ ലിപ്പാമ, അങ്ങനെ കസ്തൂരി മഞ്ഞള്, കറിമഞ്ഞള്, വയനാടൻ കറിമഞ്ഞളാണ്. അങ്ങനെ കസ്തൂരി മഞ്ഞള്, ബ്യൂട്ടി ഓയില്. ഇങ്ങോട്ടേക്ക് ഇവര് ഗീ ആണ് മേടിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ബാത്ത് ബ്രഷ് ആണ്. പുറമൊക്കെ തേക്കാൻ പറ്റുന്ന സ്പോഞ്ച് കൊണ്ട് അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് ബ്രിസ്റ്റിലും കൊടുത്തിട്ടുണ്ട്. അടിപൊളിയാണ്. നല്ല ലെന്തും ഉണ്ട്. അതുകൊണ്ട് പ്രായമായവർക്കും നമുക്കും ഒക്കെ പുറമൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് ആ രീതിക്ക്. അങ്ങോട്ടേക്ക് ഞാൻ പിന്നെ കൊണ്ടുപോയി കാണിക്കാം ക്യാമറ. അവിടെയൊക്കെ ഗീയും കാര്യങ്ങളും ഒക്കെയാണ്. ബോട്ടിൽ ബ്രഷും. ഇത് നല്ലൊരു മൈക്രോഫൈബറിന്റെ മാറ്റാണ്. അതിന്റെ കൂടെ കസ്തൂരി മഞ്ഞളും ബ്യൂട്ടി ഓയിലും ഒക്കെ മേടിച്ചേക്കണേ. ഇവിടെ കസ്തൂരി മഞ്ഞൾ, ഇവിടെ രക്തശാലി ഫേസ് പാക്ക് ആണ് ഒരു 3 മേടിച്ചത്. ഇത് നല്ല വലിപ്പമുള്ള നമ്മുടെ മൈക്രോഫൈബറിന്റെ ക്ലോത്ത് ആണ്. ബാത്ത് ടവലായിട്ട് ഉപയോഗിക്കാം, കുഞ്ഞുങ്ങളെ പൊതിയാൻ ഉപയോഗിക്കാം, എന്തിനും ഏതിനും ഉപയോഗിക്കാം കേട്ടോ. അങ്ങനെ ഇങ്ങോട്ടേക്കൊക്കെ പാഡഡ്, ഹെവി പാഡഡ് ബ്രായും കാര്യങ്ങളും ലിപ്പാമും ഒക്കെ മേടിച്ചിട്ടുണ്ട്. ഇങ്ങോട്ടേക്കും ഗീയും. ഇത് തേങ്ങാക്കമ്പിയാണ്. അടിപൊളിയാണ് കേട്ടോ കൂട്ടുകാരെ. അതെല്ലാവരും മേടിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സ്റ്റോക്ക് ഔട്ട് ആവും. ഇപ്പൊ സ്റ്റോക്കിംഗ് ആണ്. പിന്നെ ബോഡി മോയ്സ്ചറും അതുപോലെ വിവാക്സിന്റെ ബോഡി മോയ്സ്ചർ ആയതുകൊണ്ട് രാത്രി കിടക്കുമ്പോൾ നമുക്ക് മുഖത്തും തേക്കാം. അടിപൊളിയാണ്. നമ്മുടെ മുഖത്തിന്റെ pH അതേപോലെയുള്ള ലെവലായിട്ടുള്ളതാണ്. എല്ലാ പിന്നെ ഗവൺമെന്റിന്റെ ടെസ്റ്റും കഴിഞ്ഞേക്കുന്ന പ്രൊഡക്റ്റുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ബാക്കി എല്ലാ പ്രൊഡക്റ്റുകളും ലിപ് ബാമുകളും ക്രാക്ക് ബാമുകളും അങ്ങനെ എല്ലാം മേടിച്ചിട്ടുണ്ട്. ഇങ്ങോട്ടേക്കൊക്കെ ബ്യൂട്ടി ഓയിൽ. ഇത് നമ്മുടെ സിങ്ക് ഒക്കെ കഴുകാൻ, കിച്ചണിലെ സിങ്ക്, അങ്ങനെ ഏത് സിങ്കും കഴുകാൻ പറ്റുന്ന, വാഷ് ബേസിനൊക്കെ കഴുകാൻ പറ്റുന്ന നല്ല ബ്രസ്റ്റിലുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ബ്രഷാണ് കേട്ടോ. അത് പുതിയതായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നതാണ്. പിന്നെ നമ്മുടെ ഫേസ് വാഷ് പൗഡറും അതുപോലെ തന്നെ ബോട്ടിൽ ബ്രഷ് എല്ലാവരും മേടിക്കുന്നുണ്ട്. ഫ്ലാസ്കും കുപ്പികളും ഒക്കെ കഴുകാൻ അത്ര ബെസ്റ്റ് ആണത്. അങ്ങനെ ഇത് നമ്മുടെ അരമാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നല്ലോ അരം. നമ്മുടെ കത്തിയെല്ലാം, കിച്ചണിലെ കത്തിയെല്ലാം ഒന്ന് പെട്ടെന്ന് നമുക്ക് തന്നെ വീട്ടമ്മമാർക്ക് തന്നെ ഒന്ന് മൂർച്ച കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അരം. അതാണ്. ഇങ്ങോട്ടേക്ക് കസ്തൂരി മഞ്ഞള്, ഇങ്ങോട്ടേക്ക് ഗീ, അങ്ങനെയാണ് ആദ്യത്തെ ബാച്ച് നമുക്ക് പാക്ക് ചെയ്യാനുള്ളത്. അപ്പൊ ഇത്രയും നമുക്ക് വേഗം അങ്ങ് പാക്ക് ചെയ്യാം. എന്നിട്ട് പിന്നെ അടുത്തൊരു 2-3 പ്രാവശ്യം കൊണ്ടുവച്ചിട്ട് പാക്ക് ചെയ്യാനുണ്ട്. അപ്പൊ വേഗം ചെയ്യാം. അടുത്തത് ഇവര് മേടിച്ചിരിക്കുന്നത് ഇതുപോലെയുള്ള സ്പൈസസ് എല്ലാം ഗ്രൈൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മിനി ഗ്രൈൻഡർ ആണ് കേട്ടോ. അടിപൊളിയാണ് കൂട്ടുകാരെ. ഞാനത് യൂസ് ചെയ്യുന്നുണ്ട്. ഒത്തിരി നല്ലതാണ്. അതെല്ലാവരും മേടിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കുരുമുളകോ ബാക്കിയുള്ളത് എന്ത് സ്പൈസസ് ആണെങ്കിലും ഇതുപോലെ അതിനകത്തേക്ക് ഇട്ട് 2 സൈഡിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ്. പിന്നെ ദോശക്കല്ലിൽ എണ്ണ പറ്റുന്ന നമ്മുടെ ആ കോക്കനട്ടിന്റെ ചകിരി, അങ്ങനെയൊക്കെ. പിന്നെ നല്ലൊരു മാലയുടെ സെറ്റാണ് ഇവർ മേടിച്ചിരിക്കുന്നത്. നെക്ലേസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇവർ മേടിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്ന് വേഗം അങ്ങ് പാക്ക് ചെയ്യാം. മൈക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ സംസാരിച്ചിട്ട് കാര്യമില്ല. ഭയങ്കര ഇരപ്പായിരിക്കും. നമ്മുടെ ഹാളിൽ ഭയങ്കര എക്കോ സൗണ്ട് വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഓവർ വോയിസ് കൊടുത്തോളാം. വേഗം നമുക്ക് ഇതെല്ലാം പാക്ക് ചെയ്തിട്ട് ആദ്യത്തെ ബാച്ച് പാക്ക് ചെയ്ത് വേഗം ചാക്കിലേക്ക് മാറ്റാം. അതുകൊണ്ട് ഒരു 3 പ്രാവശ്യം പാക്ക് ചെയ്യാനുണ്ടാവും. എന്നിട്ട് വേഗം കൊടുത്തുവിടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ജോലികളൊക്കെ ചെയ്യുമ്പോൾ കാണാം കേട്ടോ. അപ്പൊ ഞാൻ വേഗം പാക്ക് ചെയ്യട്ടെ. പാട്ട് കേട്ടോ പാക്ക് ചെയ്യുന്നത്.
ഇങ്ങോട്ടേക്ക് കൊണ്ടുവച്ചു. ഇതിലും എല്ലാവരും ദാരം മേടിച്ചിട്ടുണ്ട്, ജൂട്ടിന്റെ ബാഗ് മേടിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മൈക്രോ ഫൈബറിന്റെ ചവിട്ടി ഇതാ മെഡിസിൻ ബോക്സ് ആണ്, അത് വലുതും ചെറുതും ഒക്കെ മേടിച്ചിട്ടുണ്ട്. ഇത് കിച്ചണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ടവൽസ് ആണ്. അങ്ങനെ ഓരോരോ സാധനങ്ങളാണ് ഓരോരുത്തരും മേടിക്കുന്നത്. ഒത്തിരി മരത്തവി, ഒത്തിരി നല്ല സാധനങ്ങൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. എന്തായാലും വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒന്ന് വന്ന് നോക്കിക്കോളൂ. ഇനി നമുക്ക് പാട്ട് കേട്ടോണ്ട് ഇത് പാക്ക് ചെയ്യാം. അതുകൊണ്ട് പാക്കിങ് മാത്രമായിട്ട് ശരിയാകത്തില്ല, നാളെ ബാക്കി ഞാൻ പാക്ക് ചെയ്യും. അങ്ങനെ അപ്പൊ ഇത് ഇനി എല്ലാം നമ്മുടെ ചാക്കിലേക്ക് മാറ്റിയിട്ട് ഇപ്പൊ തന്നെ വെളിച്ചെണ്ണ വിളിച്ചിട്ട് കൊടുത്തുവിടാം. ഗേറ്റ് തുറന്ന് മഴയായതുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഓട്ടോ ഇറക്കണം, എന്നിട്ട് അതെടുത്ത് വെച്ച് സാധാരണ ഞാനിങ്ങനെ ചാക്കുകളിലാക്കുന്ന ഈ പ്രൊഡക്റ്റുകളെല്ലാം ചെറിയ ഗേറ്റിന്റെ അടുത്തേക്ക് കൊണ്ടുവെക്കുകയാണ് ചെയ്യുന്നത്. അത് കുറച്ച് ശ്രമകരമായ കാര്യമാണ്. പക്ഷെ മഴ തൂടുന്നതുകൊണ്ട് അവിടേക്ക് കൊണ്ടുവെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് മെയിൻ ഗേറ്റ് തുറന്നിട്ട് ഓട്ടോ ഇങ്ങോട്ടേക്ക് വരാൻ പറയാം, എന്നിട്ട് എടുത്തിട്ട് പോയിക്കോളും. കുറച്ച് ദിവസം മുമ്പ് ശോഭ ചേച്ചി എനിക്കൊരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതായത് കുറെ ഇങ്ങനത്തെ ചെടികളും കാര്യങ്ങളും ഒക്കെ ഉള്ളപ്പോൾ പാമ്പ് വരാതിരിക്കാൻ വേണ്ടി പാൽക്കായം മേടിച്ചിട്ട് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് പൊടിച്ചിട്ട് അത് കലക്കിയിട്ട് സ്പ്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു 6 മാസത്തേന് അല്ലെങ്കിൽ ഒരു വർഷത്തേന് പോലും ആ ഭാഗത്തേക്ക് പാമ്പ് വരത്തേ ഇല്ല. ഇതിന്റെ സ്മെല്ല് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും പാമ്പുകൾക്കെന്ന്. അങ്ങനെ പാമ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ചേരനെയൊക്കെ ഞങ്ങൾ ഇവിടെ കാണാറൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയാണ്. പിന്നെ ചുറ്റോട് ചുറ്റും തോട്ടങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ മാത്രം ചെടി വളർത്താതിരുന്നിട്ടൊന്നും കാര്യമില്ല. പിന്നെ വയനാട് മൊത്തം ഇങ്ങനെ ആയതുകൊണ്ട് പിന്നെ അങ്ങനെ വലിയ പാമ്പിന്റെ ശല്യം അങ്ങനെ ഇങ്ങനെയൊന്നും ഇല്ല. എന്തായാലും ഞാനത് മേടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ചൂടാക്കിയിട്ട് നമുക്ക് പൊടിച്ച് സ്പ്രേ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചും കൂടി ഇരിക്കുവാണ്. കുറച്ച് ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പാൽക്കായം തന്നെ മേടിക്കണം. അതപ്പോ കടകളിലൊന്നും അങ്ങനെ കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പൊ ഞാനത് പിന്നെ ആമസോണിൽ നിന്ന് പാൽക്കായം മേടിച്ചിട്ടുണ്ട്. അങ്ങനെയാണ്. അപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ ബെനിച്ചേട്ടൻ വന്നിട്ട് ഇതൊക്കെ എടുത്തിട്ട് പോയി. ഇനി ഗേറ്റ് അടച്ചിട്ട് നമുക്ക് തിരിച്ചു പോരാം. നമ്മുടെ മീൻകുഞ്ഞുങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അവരുടെ വീട്ടില്. നല്ല രസമാണ് അവരുടെ വീട് കാണാൻ. അശ്വൻ കൊച്ച് അതിനെ 1 മണിക്കൂർ വെച്ച് എല്ലാ ദിവസവും വന്നിരുന്ന് അതിനെ നോക്കി മെഡിറ്റേഷൻ ചെയ്ത് പുതിയ പുതിയ ഐഡിയകളൊക്കെ കൊണ്ടുവന്ന് ഇപ്പൊ പുതിയതാ ഇതുപോലെ മോട്ടോർ സിസ്റ്റം ഒക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അവരൊന്നോടെ ഹാപ്പി ആയതോടെ ഒന്നുകൂടെ ഹെൽത്തി ആയതുപോലെ തോന്നുന്നുണ്ട്. അതിലുള്ള ചെടികളും എല്ലാം നല്ല ഭംഗിയായിട്ട് വളരുന്നുണ്ട്. അങ്ങനെയാണ്. ടുട്ടുകുഞ്ഞാണ് കേട്ടോ ഇവിടുത്തെ ഏറ്റവും വലിയ വഴക്കാളി. ആക്ച്വലി മിലോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ടുട്ടുവിന്റെ കൂടെ കളിക്കാനും ഇതിനൊക്കെ. പക്ഷെ ടുട്ടു അതിനെ പോയിട്ട് കൊത്തൽ തന്നെ, അതിന്റെ കണ്ണ് നോക്കി കൊത്താൻ വേണ്ടിട്ട് പോകും കേട്ടോ. ഈ വീട്ടിൽ വേറെ ആരും വേണ്ട, ഞാനും അമ്മയും മാത്രം മതി എന്നുള്ള മട്ടിലാണ് നമ്മുടെ ടുട്ടു പശു കുഞ്ഞ്. ഭയങ്കര സാധനമാണ് കേട്ടോ. ഇത് ഞാൻ 2 ദിവസം മുമ്പ് നല്ലൊരു ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വളരെ എളുപ്പത്തിൽ ഭയങ്കര ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന. അപ്പൊ അതിന്റെ ക്ലിപ്പ് ഞാൻ ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ. ഇതാ തക്കാളിയും അതുപോലെ പുതിന, മല്ലിച്ചപ്പ്, വെളുത്തുള്ളി, ഇഞ്ചി അത്ര എടുക്കുക. ഇത് സവാള നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ളത് കേട്ടോ. ഒരു 4-5-6 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് അതനുസരിച്ച് തന്നെ എടുക്കാം. കൃത്യമായ കണക്കൊന്നുമില്ല. 3 ഗ്ലാസ് അരിക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അത് ഈ മന്തി റൈസ് പോലത്തെ അരിയാണ് ഞാൻ ഇപ്പോഴും എടുക്കുന്നത് ആ രീതിക്ക്. അപ്പൊ നമുക്ക് സവാള ഒന്ന് വറുത്ത് കോരി എടുക്കണം. ആ കൂടെ തന്നെ ഈ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം പേസ്റ്റ് ആക്കിയത് തക്കാളിയും കൂടി അതിന്റെ കൂടെ അരച്ചേർക്കുന്നു കേട്ടോ. അതെല്ലാം കൂടി പേസ്റ്റ് ആക്കി നമ്മൾ മാറ്റി വെക്കുന്നു. അങ്ങനെയാണ്. സവാള ഈ രീതിയിൽ വഴറ്റി വെച്ചിട്ട് ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കിയുള്ളത് വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലേക്ക് സൂക്ഷിച്ചും വെക്കാം കേട്ടോ. അങ്ങനെയാണ്. പിന്നെ ഞാൻ എപ്പോഴും നട്ട്സ് മുന്തിരിയൊക്കെ കുറച്ച് കൂടുതൽ ഇടും കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ആ രീതിക്ക് ഇത്രയൊന്നും ഇടണ്ട ആവശ്യമില്ല. അപ്പൊ അത് രണ്ടും കൂടി നെയ്യിലാണേ. നമ്മള് നല്ല വയനാടൻ ഗീ നമ്മൾ സെയിൽ ചെയ്യുന്ന തന്നെ ഗീ ഉണ്ട്. അപ്പൊ അതിനകത്താണേ. അപ്പൊ ആ സെയിം പാത്രത്തിൽ തന്നെയാണ് ഈ വെള്ളം എടുത്തേക്കുന്നത്. വെള്ളത്തിന് കൃത്യമായൊരു കണക്കില്ല. കാരണം നമ്മളൊരു 70% വേവിച്ചിട്ട് നമുക്ക് ആ റൈസ് ഇങ്ങോട്ട് മാറ്റിയെടുക്കാനുള്ളതാണ്. അപ്പൊ അതിലേക്ക് ആവശ്യത്തിന് ഏലക്കായും കറുവപ്പട്ടയും വഴനയിലയും ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഉപ്പും ചേർത്തിട്ട് അതിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ച അരി കേട്ടോ. 3 ഗ്ലാസ് അരി ഞാൻ കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മന്തി റൈസ് ആണ് ഇത്. അതും കൂടി ഇട്ട് ആവശ്യത്തിന് പുതിന ഇലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒരു 70-75% വെന്താൽ മതി. പിന്നീട് നമ്മൾ ചിക്കന്റെ കൂടെ ഇട്ടിട്ട് ബാക്കിയുള്ളത് നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതങ്ങനെ വെന്തോട്ടെ. ആ കൂട്ടത്തിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കാം.
ചോറ് നമ്മൾ റെഡിയാക്കി. ഇനി നമുക്ക് ചിക്കൻ റെഡിയാക്കാം. അതിലേക്ക് മഞ്ഞളും കുരുമുളകും അതുപോലെ നേരത്തെ പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്നതും ചേർത്തു. ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർക്കണം. പച്ചമുളക് 2 ഇട്ടു. ഈ ഒരു മല്ലിച്ചപ്പ് എത്ര വേണേലും ചേർക്കാം കേട്ടോ. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയാണ് ചേർക്കുന്നത്. അതിന്റെ കൂടെ കുറച്ച് നട്ട്സ് ഒക്കെ വീണുന്നേ ഉള്ളൂ. അത് ആവശ്യമില്ല, ഇപ്പൊ ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഉള്ളി മാത്രം ചേർത്താൽ മതി. ഇനി അതിലേക്ക് ഞാൻ ഗരം മസാല വളരെ കുറച്ച് മാത്രം ചേർത്തിട്ടുണ്ട്. കുരുമുളക് പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും പിന്നെ ചുവന്ന മുളക് പൊടി കാശ്മീരി ചില്ലിയാണ്, അതും കൂടി ചേർക്കുക. ഗരം മസാല നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനകത്ത് ഞാൻ ഈ ഒരു ഏലക്കായൊക്കെ ചേർത്തതാ. എന്നാലും 3-4 ഏലക്കായും കൂടി ഇട്ടു. പുളിയില്ലാത്ത കട്ട തൈരാണ് ഞാൻ ഇതിലേക്ക് ചേർത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കൈ കൊണ്ട് മിക്സ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് തവി കൊണ്ട് മിക്സ് ചെയ്ത് അങ്ങനെ വെക്കുക. ഒരു 10 മിനിറ്റ് മിക്സ് ചെയ്തിട്ട് അങ്ങ് മാറ്റി വെക്കാം കേട്ടോ. ഉപ്പ് ആ സമയത്ത് മസാലയ്ക്ക് നോക്കണം. ഇതിലേക്ക് ഞാനൊരു 1/4 തേങ്ങ ചിരകി പാല് പിഴിഞ്ഞതാണ് കേട്ടോ. ആ പാലും കൂടി ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് തലേ ദിവസം ഇങ്ങനെ റെഡിയാക്കി വെച്ചാൽ അടിപൊളിയാണ്. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇതുപോലെ അപ്പോൾ റെഡിയാക്കിയിട്ട് വെക്കാന്നുള്ളതാണ്. നേരത്തെ സവാള വറുത്ത് വെച്ച ആ ഓയിലാണ്. ഒരു 1/2 തവി ഓയിൽ ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു. പിന്നെ നമുക്ക് നല്ല വയനാടൻ ഗീ നമ്മൾ സെയിൽ ചെയ്യുന്ന ഗീ തന്നെയാണ്. അത് ഒരു ടീസ്പൂണൊക്കെ ഇട്ടാൽ മതി. നിങ്ങളുടെ ആവശ്യത്തിന് ഇടാം. കുറച്ചധികം വേണമെന്ന് വെച്ചാൽ ആ രീതിക്ക് ഇടാം. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന 70% വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഇതിലേക്ക് മുഴുവനായിട്ട് ചേർക്കാം. അത് മുഴുവനായിട്ട് ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ബദാമോ അല്ലെങ്കിൽ ഏതെങ്കിലും നട്ട്സുകളൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആ രീതിയിലേക്ക് ആഡ് ചെയ്യാം. വെള്ളത്തിൽ കുതിർത്തിട്ട് ആഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നട്ട്സ് മുന്തിരി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഫൈനലി ആണ് ചേർക്കുള്ളൂ. പക്ഷെ അല്ലാതെ ഞാൻ ബദാം ഒക്കെ ഇതിന്റെ കൂടെ ചേർക്കാറുണ്ട് കേട്ടോ. ബദാം കുറച്ചു നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചേക്കണേ. അതൊക്കെ ഇതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ ചോറും 70% വെന്ത ചോറ് മൊത്തം ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെക്കണം. 25 മിനിറ്റ് വേവിക്കണം കേട്ടോ. ആ 25 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി പാകത്തിന് തന്നെ വെന്തിട്ട് ഇരിപ്പുണ്ടാവും. മീഡിയം തീയിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അത് കഴിയുമ്പോൾ നിങ്ങളൊന്ന് തുറന്നു നോക്കുക. കറക്റ്റ് ആയിട്ട് നമ്മുടെ ചോറും ചിക്കനും ഒക്കെ വെന്ത് അടിപൊളിയായിട്ട് ഇരിപ്പുണ്ടാകും. ഇനി ഫൈനലി നമുക്ക് ചേർക്കാനുള്ളത് നമ്മള് നട്ട്സും മുന്തിരിയൊക്കെ വറുത്ത് വെച്ചിരിക്കുന്നതും ആ കൂടെ ബാക്കിയുള്ള പുതിന മല്ലിച്ചപ്പ് അങ്ങനെയൊക്കെ ഉള്ളത് നമുക്ക് ഈ ഒരു സമയത്ത് ആഡ് ചെയ്യാം. അപ്പൊ അതിന്റെ കൂടെ ഇതുപോലെ ക്യാരറ്റ് ഒക്കെ ഞാൻ ഇതുപോലെ ചീക്കി വെക്കൂട്ടോ. വളരെ നൈസായിട്ട് ആ രീതിയിൽ അതെല്ലാം നമുക്ക് ആഡ് ചെയ്യാം ഈ സമയത്ത്. ഇതെല്ലാം ചേർത്ത് കഴിയുമ്പോൾ ഒരു 10 മിനിറ്റ് മൂടി വെച്ചിട്ട് ചെറുതീയിൽ ഒന്ന് ദം ചെയ്യുന്ന രീതിയിലേക്ക് ആക്കി എടുക്കുക. അതിനുശേഷം തുറന്നു കഴിയുമ്പോഴത്തേക്കും ഈ സമയത്ത് നിങ്ങൾക്ക് റോസ് വാട്ടർ വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ. ഞാൻ ഇതിൽ ഒഴിച്ചിട്ടില്ല. അങ്ങനെ അടിപൊളിയായിട്ട് ഇതാണ് അതെന്തുവാ ഗ്ലാസ് ക്ലീനറാ. അത്യാവശ്യം കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി എനിക്ക് കുളിക്കുന്നതിന് മുമ്പ് ക്ലീനിങ് അങ്ങനെ ഞാൻ സാധാരണ ചെയ്യാം. എന്റെ ബെഡ്റൂം ഞാൻ എല്ലാ ദിവസവും അടിച്ചു വാരി തുടയ്ക്കും കേട്ടോ. പിന്നെ ഇങ്ങനെ മൊത്തത്തിലുള്ള പൊടിയൊക്കെ തട്ടുന്നത് അത് ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ. പിന്നെ ഒരു ഡീപ്പ് ക്ലീനിങ് എന്ന് പറയുന്നത് മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ. അന്നേരം ഞാൻ കുറച്ച് പെയിന്റ് ഒക്കെ പോയെടുത്ത് പെയിന്റ് ഒക്കെ അടിച്ച് ഫുള്ളായിട്ടൊന്ന് വൃത്തിയാക്കി അങ്ങനെ കാർഷിട്ടും അങ്ങനെ ഇങ്ങനെ എല്ലായിടത്തും മറയിലേക്ക് തട്ടി ആ ഒരു രീതിക്ക് അത് മാസത്തിലൊക്കെ ഒരു പ്രാവശ്യമൊക്കെ. അങ്ങനെ അല്ലാതെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം അല്ലാതെ നമ്മുടെ
റൂമിലെ മാറാലി അങ്ങനെ ഇങ്ങനെയൊക്കെ തട്ടിയിട്ട് അങ്ങനെ എല്ലാ ദിവസവും ഞാൻ ഫ്ലോറും അടിച്ചു വാരി ജസ്റ്റ് ജനലുകളുടെ പൊടിയെല്ലാം തട്ടി പിന്നെ സോഫയിലെ പൊടികളും അതെല്ലാം ഒന്ന് വാക്വം ക്ലീനറും കൊണ്ട് പിടിച്ച് എല്ലാം മോപ്പും കൊണ്ടൊക്കെ തട്ടി ആ രീതിയിൽ എല്ലാ ദിവസവും ഞാൻ ക്ലീൻ ചെയ്യും കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലരും കരുതുന്നത് വീട് വൃത്തിയാക്കുന്നത് പൊടി കളയാനോ അതിഥികൾ വരുമ്പോൾ നന്നായി കാണിക്കാനോ വേണ്ടിയാണെന്ന്. എന്നാ സത്യം അതിലും ആഴത്തിലുള്ളതാണ്. നമ്മുടെ വീട് നമ്മുടെ മനസ്സിന്റെ ഒരു പ്രതിഫലനമാണ് കൂട്ടുകാരെ. ശരിക്കും പറഞ്ഞാൽ ഒരു വീട് അലങ്കോലമായി കിടക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സും അതുപോലെ തന്നെ അശാന്തമായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നാൽ ഒരു മുറി വൃത്തിയായി ഈ സാധനങ്ങൾ ഓരോന്നും അതിന്റെ സ്ഥാനത്ത് കിടക്കുമ്പോൾ മനസ്സിന് ഒരു സമാധാനം അനുഭവപ്പെടും. അത് സൈക്കോളജി അടക്കം അങ്ങനെ പറയുന്നുണ്ട്. സൈക്കോളജി പറയുന്നത് വൃത്തിയുള്ള വീട് മനസ്സിലെ സമ്മർദ്ദം കുറയ്ക്കുമെന്നാണ്. നമ്മുടെ തലച്ചോറ് എപ്പോഴും ചുറ്റുപാടുകളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അലങ്കോലമായ മുറി കാണുമ്പോൾ തലച്ചോറിന് ഒരേ സമയം നിരവധി വിവരങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്നു. ഇത് മാനസിക ക്ഷീണവും സമ്മർദ്ദവും വർദ്ധിപ്പിക്കുമെന്നാണ് സൈക്കോളജി പറയുന്നത്. വൃത്തിയുള്ള ഇടം തലച്ചോറിന് വിശ്രമിക്കാൻ അവസരം കൊടുക്കുമത്രേ. പിന്നെ ക്രമീകരണമൊക്കെ മനസ്സിന് നിയന്ത്രണ ബോധം നൽകും. എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിടുമ്പോ ജീവിതത്തിലെ ചില കാര്യങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിന് പുറത്തായിരിക്കും, ശരിയാ. എന്നാൽ സ്വന്തം വീട് വൃത്തിയായി സൂക്ഷിക്കാൻ കഴിയുന്നത് എനിക്ക് എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നിയന്ത്രിക്കാൻ കഴിയുന്നൊരു ആത്മവിശ്വാസം നൽകും. അത് മനസ്സിന് ശക്തി പകരുകയും ചെയ്യും. വൃത്തിയാക്കലൊരു ധ്യാനം പോലെയാണ് എന്നെ സംബന്ധിച്ചിട്ട് കേട്ടോ. തറ തുടയ്ക്കുക, സാധനങ്ങളെല്ലാം മടക്കി എടുത്തു വെക്കുക, കിടക്ക വിരിക്കുക, അലമാര ക്രമപ്പെടുത്തുക, ഈ ചെറിയ ജോലികളൊക്കെ ചെയ്യുമ്പോൾ മനസ്സ് ഇപ്പോഴുള്ള നിമിഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പോലെ നമുക്ക് തോന്നും. അതുകൊണ്ട് അനാവശ്യ ചിന്തകൾ കുറയുകയും മനസ്സ് ശാന്തമാക്കുകയും ചെയ്യും. മാത്രമല്ല ഭയങ്കര സന്തോഷമാണ് എല്ലാം ക്ലീൻ ആക്കി കഴിഞ്ഞ് ഇതുപോലെ ഫൈനലി രാത്രിയാകുമ്പോഴത്തേക്കും വലിയ ലൈറ്റ് ഒന്നും ഇടാതെ ഈ ഒരു ഡിം ലൈറ്റും ആ ഒരു രീതിയിൽ എനിക്ക് ബെഡ്റൂം കാണുന്നത്. ഇപ്പൊ ഞാൻ ലൈറ്റ് ഇട്ടേക്കുന്നത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ വൃത്തിയായിട്ട് കാണുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു സമാധാനം, പിന്നെ അവിടെ കിടന്ന് ഉറങ്ങാനുള്ള ഒരു എന്താ പറയാ ഒരു എനർജി എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ഈ അലങ്കോലപ്പെട്ട് കിടക്കുന്ന റൂമിൽ കിടന്ന് ഉറങ്ങിയാൽ നമുക്കൊരു സ്വസ്ഥത കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ബെഡ്റൂം ഞാൻ എല്ലാ ദിവസവും അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കും. പിന്നെ വീട് മൊത്തത്തിൽ മാസത്തിൽ ഒരു പ്രാവശ്യം ഫുൾ ക്ലീനിങ്, ആഴ്ചയിൽ ഒരു പ്രാവശ്യം അത്യാവശ്യം ഏരിയകളൊക്കെ ക്ലീനിങ്. ആ രീതിയിലാണ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പൊ ശരി കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ കുക്കിങ്ങും അതുപോലെ വീട് ക്ലീനിങ്ങും കൊറിയർ പാക്കിങ്ങും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ലൈക്കും ഷെയറും കമന്റും ഒക്കെ വേണം കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ സ്റ്റേ ഹെൽത്തി. ബൈ ബൈ, ഗുഡ് നൈറ്റ്.